നമസ്കാരം. പത്രോസ് പാലക്കാടാണ്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എന്തുകൊണ്ടാണ് എല്ലാവരും ഉഷാറല്ലേ? എല്ലാവർക്കും നല്ലത് വരട്ടെ. നമ്മളുടെ നല്ല മനസ്സിൻ്റെ ഉടമയായി തീരുക. എല്ലാവർക്കും മറ്റുള്ളവർക്ക് നന്മ കാണുമ്പോഴാണ് നമ്മളിൽ നന്മ വർദ്ധിക്കുക. എല്ലാവർക്കും നല്ലത് വരെ അസൂയപ്പെടാതിരിക്കുക. നമ്മൾ വളരുമ്പോഴാണ് ശത്രുക്കൾ ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ തകരുമ്പോഴാണ് നമുക്ക് ആൾക്കാർ ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ ആൾക്കാർക്ക് സന്തോഷമുള്ളൂ. നമ്മൾ വളരുമ്പോഴാണ് ആൾക്കാർക്ക് ബുദ്ധിമുട്ട്. ഞാനിത് പറഞ്ഞു തന്നെ, പിന്നെ ഇന്ന് പ്രായമുള്ള ആൾക്കാരെ വൃദ്ധസദനത്തിൽ എത്തിക്കരുത്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, പിന്നെ എവിടെ ഒരു രണ്ട് ആൺമക്കളുള്ള ഒരുത്തൻ മാഷാണ്, ഒരുത്തൻ ഉദ്യോഗസ്ഥനാണ്. ഒരു വയസ്സനായ കാരണവരെ ഒറ്റയ്ക്കൊരു വീട്ടിൽ മക്കൾ തിരിഞ്ഞു നോക്കാതെ എന്നിട്ട് ഗാന്ധി ഭവൻ ഏറ്റെടുത്തു. ഇപ്പോൾ അയാളുടെ ഇതൊക്കെ ആയി. അപ്പോൾ ആ മനുഷ്യൻ്റെ ഇതൊക്കെ മക്കളുണ്ടായിട്ട് കാര്യമില്ല. മക്കളെ കൊണ്ട് ഭാഗ്യമാണ്. എനിക്കൊരുപാട് ഭാഗ്യമുള്ള മക്കളാണ്. എനിക്കിപ്പോൾ വെറുതെ ഇരിക്കേണ്ട പ്രായമൊന്നും ആയിട്ടില്ല. എൻ്റെ മാമൻ പറഞ്ഞു പോകണ്ട. ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ നാടാണ്, ഞാനിവിടെയാണ് ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഓട്ടോറിക്ഷ ഓടിയിട്ട് കഴിയുന്നതാണ്. അപ്പോൾ എൻ്റെ മകൻ പറഞ്ഞത് വണ്ടി ഓട്ടി നിർത്ത്. എനിക്ക് സത്യത്തിൽ 60 വയസ്സ്. ഞാൻ ഇപ്പോൾ റിട്ടയർഡായി വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട ആളല്ല. എനിക്കത് സഞ്ചരിക്കാൻ കാറും അടക്കം തന്നു. അവൻ പറഞ്ഞു ഇനി ഒന്നും പോകണ്ട, ഒന്നിനും പോകണ്ട. അപ്പോൾ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ്. സത്യം പറയാമല്ലോ, നിങ്ങൾ വിശേഷിച്ചാലും വെച്ചിട്ട് ഞാൻ എല്ലാ പണിക്കും പോയി, സെൻട്രൽ പല പണിക്കും പോയി. ഓട്ടോറിക്ഷ 10 പോകല്ല ഓടിക്കണം കുട്ടികളൊക്കെ. അപ്പോൾ ഞാൻ ഓട്ടോ ഓടിച്ചിട്ട് എൻ്റെ കുട്ടികളൊക്കെ ഉന്നതിലെത്തിച്ചു. ഒരാൾ ഡോക്ടറാണ്, ഒരാൾ നേഴ്സാണ്, ഒരാൾ എഞ്ചിനീയറാണ്. എല്ലാവരും ജോലിയായി, ഇതൊക്കെയായി. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് വെറുതെ ഇരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പപ്പയ്ക്ക് എത്ര വേണമെങ്കിലും പൈസ അയച്ചു തരാം ചിലവിന്, വെറുതെ പറമ്പിലെ പണിയൊക്കെ എടുത്ത് വെറുതെ ഇരുന്നായിരുന്നു പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ഞാൻ അഹങ്കാരമൊന്നും പറയില്ല കേട്ടോ, എനിക്കത് ഇഷ്ടമല്ല. അഹങ്കാരമൊന്നും പറയല്ല. ഞാൻ സത്യസന്ധതയിലുള്ള സംസാരമാണ് സംസാരിക്കണേ. അപ്പോൾ അവർ പറഞ്ഞു വെറുതെ ഇരിക്കാൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുകയാണ്. വണ്ടി വിറ്റു. ഇപ്പോൾ ഞാൻ അങ്ങനെ കറങ്ങും, എപ്പോഴെങ്കിലും ഇറങ്ങും. എല്ലാവരും 3 ആളും പൈസ അയക്കും. എത്ര വണ്ടി അയക്കും, അത് ചിലവാക്കുക. എനിക്ക് അവരുടെ പൈസ കൊണ്ട് നമ്മൾ മക്കളെ പഠിപ്പിച്ചു. ഇതിൽ ഒരു കാര്യം പറയാട്ടോ, മക്കളെ നമ്മൾ പഠിപ്പിച്ച് നമുക്കൊരു ചിലർ പറയും പ്രതീക്ഷയുണ്ടെന്ന്. പ്രതീക്ഷയില്ല, അത് നമ്മുടെ കടമയാണ്. അവർ നോക്കേണ്ടത് അവരുടെ കടമയാണ്. എനിക്ക് അവൻ്റെ മക്കൾ നോക്കിയില്ലെങ്കിൽ എനിക്ക് വിഷയമൊന്നുമില്ല. നമ്മളെങ്ങനെയും കഴിയും, അങ്ങനെയല്ല. അത് നമ്മൾ തിരിച്ചു കിട്ടാനല്ല നമ്മൾ മക്കളെ ഉന്നതങ്ങളിൽ എത്തിക്കുന്നത്. അത് നിങ്ങളൊരു കാര്യം സത്യം, നമ്മൾ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടില്ല. നമ്മുടെ ഉദ്ദേശം, നമ്മുടെ കടമയാണ് മക്കളെ ഉന്നതത്തിലെത്തിക്കുന്നത്. അപ്പോൾ അവരുടെ കടമയാണ് തന്തി നല്ലതിനെ നോക്കുക, അച്ഛനെയും അമ്മേനെയും അപ്പനെയും അമ്മയെ നോക്കുക എന്നുള്ളത്. അത് അവരുടെ കടമയാണ്, എൻ്റെ കടമയാണ്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ വലിയൊരു ഭാഗ്യവാനാണ്. ഞാൻ വെറുതെ ഇരുന്ന് മക്കളെ ചിലവ് കഴിക്കേണ്ട പ്രായമായിട്ടില്ല. അപ്പോൾ ഒരു വൃദ്ധനെ അങ്ങനെ കണ്ടിട്ട് ആരും തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് ഞാൻ വിഷമമാണ്. എനിക്ക് വളരെ ഇപ്പോൾ ഞാൻ ജനങ്ങളെ പറ്റുമെങ്കിൽ സഹായിക്കണം എന്നൊക്കെ മക്കൾ പറഞ്ഞു. ആർക്കെങ്കിലും സഹായം ചെയ്യാം, നമുക്കെന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞേക്കാം. അപ്പോൾ അത്രയും ഭാഗ്യവാനാണ്. ഇപ്പോൾ തന്നെ വെറുതെ ഇരിക്കേണ്ട പ്രായമായില്ലെങ്കിലും എൻ്റെ മക്കൾ പറഞ്ഞു വെറുതെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പത്രോസ് പാലക്കാട്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കൂടെ. ഇതാണ് എൻ്റെ നാട്. ഇവിടെ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കും. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, നിങ്ങളിൽ ഒരുവനാണ് ഞാനും. ഓക്കെ.